നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ യൂഷ്വൽ വീഡിയോ ആണ് ഇതോ. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ അല്ല ലാട്ടൻ ശ്വേതാമേനോ വിളിച്ചതാ പറയണ. ശ്വേതാമേനോന്റെ ലാട്ടൻ ഇന്ന് വന്നു. ലാട്ടൻ വന്ന് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അല്ലേ ഇതോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു കോമഡി ഉണ്ട്. നമ്മള് പ്രതീക്ഷിച്ചു റസ്മിനോട് ചോദിക്കണം ജാസ്മിനെ ജയിലിൽ വിട്ടത് അതൊന്നും അൺഫെയർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ ചോദിക്കണം നിങ്ങളുടെ ആഗ്രഹിച്ചപ്പോഴേക്കും ആത്മാർത്ഥമായിട്ട് ശരിക്കും ചോദിച്ചു കേട്ടോ. ഒന്നൊന്നര ചോദ്യം ചോദിച്ചു അവര്. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും നമ്മളിങ്ങനെ ജസ്റ്റ് വിചാരിച്ചിട്ടുള്ളൂ. അൺഫെയർ ആയിരുന്നു. പക്ഷെ ഇത്രയധികം ചോദിച്ച് ഒരു എപ്പിസോഡ് മൊത്തം അവർക്ക് വേണ്ടി ജാസ്മിനൊക്കെ വേണ്ടി സംസാരിച്ച് അവിടെ ആക്കുന്നൊന്നും വിചാരിച്ചില്ല. കാര്യമായിരുന്നു കേട്ടോ, ശരിക്കും ചോദിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഇത്രയും ആത്മാർത്ഥയോട് കൂടി ഇത്രയും ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വിചാരിച്ചില്ല. ഇതുവരെ അത്രയധികം ആത്മാർത്ഥയോട് കൂടി ഒരു കണ്ടസ്റ്റന്റിനോടും ബിഗ് ബോസ് അല്ലെങ്കിൽ ലാട്ടൻ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് സാബും ശ്വേതാമേനോനും നല്ല സന്തോഷമായിട്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് ലിപ്സ്റ്റിക്കും കൊടുത്ത് എല്ലാവരും സാബു പ്രത്യേകിച്ചും എല്ലാവരെയും അത്രയും സന്തോഷിപ്പിച്ച് ക്ലിയർ ആയിട്ട് അവിടെ അങ്ങോട്ട് പോയി നേരെ ആ കോമ്പൗണ്ട് കടന്നോടുകൂടി പിന്നെ അല്ല ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ചല്ലേ. സാബുമോന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണ്. അത് ഒരുവിധം എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. കാരണം ഇവിടുന്ന് ഇപ്പൊ ഇന്ന് ഇരുന്ന് ചോദിച്ച ചോദ്യങ്ങള് ആ ഹൗസിൽ തന്നെ ചോദിച്ചിരുന്നെങ്കിൽ അതൊരു മാസായനെ. ഇതിപ്പോ ശരിക്കൊരു എന്താ പറയാ ഏഷ്യാനെറ്റ് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ച പോലെയാണ് തോന്നിയത്. അതിൽ പിന്നെ എത്ര ന്യായം ആര് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവര് പറയിപ്പിച്ചതാണ്. അല്ല ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാം ചോദിച്ചിട്ടില്ല. ഒരു പവർ റൂമിനെ മാത്രം ഹോട്ടൽ ടാസ്ക് പൊട്ടയായിരുന്നു, ഭയങ്കര പൊട്ടയായിരുന്നു. പക്ഷെ സാബുമോനും ശ്വേതയൊന്നും അവിടുന്ന് പോകുമ്പോ അതൊന്നും പറഞ്ഞില്ല. അവർക്ക് തന്നെ രജിത് സാറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി മുഖത്ത് നോക്കിയിട്ട് അവിടുന്ന് സംസാരിക്കായിരുന്നു. സാബുമോനൊക്കെ നന്നായിട്ട് വളരെ മോട്ടിവേറ്റ് ചെയ്ത് ഞാനൊരു പോസിറ്റീവായിട്ടാണ് പക്ഷെ അത് എടുത്തത് കേട്ടോ. കാരണം അവര് നല്ല ആൾക്കാരാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആരെയും കുറ്റപ്പെടുത്താത്ത രീതിയിൽ നല്ല രീതിയിൽ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പൊ അവർ അതിൽ തന്നെ നിൽക്കുകയായിരുന്നെങ്കിൽ അത് അങ്ങനെ നിന്നായിരുന്നു. ഇപ്പൊ എന്തിനാണ് ഏഷ്യാനെറ്റ് പറഞ്ഞു കേട്ട് സൗമാൻ ഒറ്റയടിക്ക് ഫുള്ള് തിരിച്ചു പറഞ്ഞത് എന്നറിയില്ല. ഇപ്പൊ പറഞ്ഞതാണ് സത്യം എന്നുള്ളത് നമുക്കറിയാം, കണ്ടവർക്കറിയാം. കാരണം അത്രയും മോശം ഒരു ബിഗ് ബോസിന്റെ ഒരു ക്ലാസിക് ടാസ്ക് ആകെ ചളകുളമായിട്ട് ചെയ്തൊരു ടാസ്ക് ആണ്. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അല്ല പവർ ടീം എന്ന് പറഞ്ഞാൽ ഒരു ഓണർ എന്ന് പറഞ്ഞിട്ട് സത്യം പറയണെങ്കിൽ കട്ടിന്റെ മുകളിൽ കിടക്കൽ തന്നെയായിരുന്നു. അത് നമുക്കും തോന്നിയതാണ്. എനിക്ക് അയ്യോ അത് എന്താ ഇവർ ഇങ്ങനെയെന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ HR ഋഷി ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു. അതും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ചോദ്യം ചെയ്യണമായിരുന്നു എന്ന് ആഗ്രഹിച്ചതാണ്. ടാസ്ക് ഇന്ന് വേണ്ടാന്ന് വെച്ച് കളി നിർത്തിയിട്ട് പുറത്തിറങ്ങി നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറച്ച് ആൾക്കാരുണ്ട്. അപ്സര, സായി അവര് പക്ഷെ ഭയങ്കര സംഭവമായി മാറി. അപ്സര എന്തോ കഴിഞ്ഞ വീക്കിൽ എന്തോ ഒരു സംഭവമൊക്കെ നേടിയെടുത്ത പോലെയാണ് അപ്സരയുടെ ആ മറ്റേ ജീവിയൊക്കെ ചിരിച്ചിരിക്കേണ്ടിരുന്നത്. അതേപോലെ അവരെന്താ ചെയ്തേ? ആദ്യത്തെ ദിവസം സത്യത്തിൽ ഇറിറ്റേറ്റ് ചെയ്ത് നടന്നില്ലേ? ആ ഇറിറ്റേറ്റ് ചെയ്തത് ശരിക്കും രണ്ട് ഭാഗവും നമുക്ക് ആരോട് ഫേവറേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ഭാഗം സംസാരിക്കുകയാണ്. ആയിക്കുട്ടേട്ടനെ അറിയില്ലേ, ആ ഫസ്റ്റ് ദിവസമൊക്കെ ഇവര് നന്നായിട്ട് പെർഫോം ചെയ്തു അപ്സര ടീം. പക്ഷെ ഈ പെർഫോം ചെയ്യുമ്പോൾ ഇവര് ശരിക്കും സാബുവിന്റെ ഗസ്റ്റിന്റെ പുറകെ ഇറിറ്റേറ്റ് ചെയ്ത് നടന്നിട്ട് സാബുമോനാണ് ഭക്ഷണം ശരിയായില്ല, ഭക്ഷണം ടൈമിന് കിട്ടിയില്ല, ഒന്നും ഓക്കെ അല്ല, അപ്പൊ 20 rupees കൊടുത്തത് തിരിച്ചു മേടിക്കണം എന്ന് പറഞ്ഞത്. അത് പക്ഷെ ഇന്ന് അവിടെ സംസാരിച്ചിട്ടില്ല. ഇന്ന് അത് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഋഷി ഓൾറെഡി ഋഷിയുടെ ബിഹേവിയർ ഒരു മടിയനായ പോലെയായിരുന്നു. ഒരു രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കാര്യം ഋഷി അവരെ പുറകെ നടന്ന് ചോദിച്ചത് ഇത്രേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടവർക്കറിയാലോ, ഈ 20 rupees ഒന്നില്ലെങ്കിൽ നിങ്ങൾ കോയിൻ തിരിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ കട്ടെടുത്ത മാതിരി വിചാരിച്ചോ. അത് സാബുമോൻ പറഞ്ഞതാണ്. ഞാൻ വെറുതെ കൊടുത്തു ഞാൻ വിചാരിച്ചോളാം. അതിന്റെ പേരിലാണ് കള്ളന്മാരാക്കി HR അവരെ കള്ളന്മാരാക്കി എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഇറങ്ങിയത്. പക്ഷെ ഇന്ന്
ഇന്നിപ്പോ സംസാരിക്കുമ്പോ ഈ തിരിച്ചു ചോദിച്ച പൈസയുടെ കാര്യം പറയണില്ല, ഒന്നും പറയണില്ല. ഫുൾ കുറ്റം ഋഷിയുടെ മേൽ മാത്രമായ സംസാരിച്ചില്ല. അതെ, അല്ല ഋഷിനെ ന്യായീകരിക്കാൻ മാത്രം ഋഷി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ട് പറയണേ. സാബു പറഞ്ഞ ഒരു അമ്മിണി ലോഡ്ജ് അല്ലെങ്കിലും ഏത് സ്റ്റാർ ഹോട്ടലിലാണ് ഈ ശരിക്കും പറഞ്ഞാൽ ആരാണ് ഒരു ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഗെയിമാണ്, ഇപ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും പറയാണ് ഒരു ഹോട്ടൽ, അതൊരു സ്റ്റാർ ഹോട്ടൽ, അതിൻ്റെ ഒരു ഡിസിപ്ലിൻ അതിനില്ല. ഓക്കെ, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളവരില്ലാണ്ടല്ല, പക്ഷെ അവിടെ ചെയ്യില്ല വെച്ചിട്ടില്ല. അതിനും കഴിവില്ലാത്തവരെന്നെ, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിവുള്ളവർ ഉണ്ടായിരുന്നില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഓണർമാർ പറഞ്ഞാൽ ഒരാൾ കേൾക്കില്ല, HR പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ കേൾക്കില്ല. HR പോയിട്ട് പിന്നെ ജോലിക്കാരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഒന്നും കേൾക്കില്ല. പിന്നെ എന്ത് കേസിൽ അവർ എന്തൊരു ഹോട്ടലാണ്. അപ്പോൾ സാബു പറഞ്ഞത് കറക്റ്റാണ്, അമ്മിണി ഹോട്ടലിനാണ്. പക്ഷേ അത് അതിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു സാബു പറയേണ്ടിയിരുന്നത്. സാബു ഈ വലിയ ഡയലോഗ് അടിക്കാറ്, പുറത്തിറങ്ങിയിട്ടല്ല ഡയലോഗ് അടിക്കുക. സാബു ഉള്ളിൽ തന്നെ സംസാരിക്കായിരുന്നു. പെട്ടെന്ന് മാറിയപ്പോഴേ, പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ച് ആയപ്പോ സത്യത്തിൽ നമ്മൾ ഞെട്ടി. അതെ, ശരിക്കും ആകെ അവരാകെ അന്ത വിട്ടിട്ടുണ്ടാവും കണ്ടസ്റ്റൻസ്. കറക്റ്റ്. പിന്നെ പിന്നെ ഋഷീനെയും പവർ ടീമിനെടുത്തിട്ട് അത് പ്രത്യേകിച്ചും അൻസിബയ്ക്കും ഋഷിക്കും ഇട്ടിട്ട് നന്നായി കിട്ടി. പവർ ടീമിലുള്ള നോറയ്ക്കൊന്നും അധികം കിട്ടിയിട്ടില്ല കേട്ടോ, കാരണം നോറയൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, എല്ലാത്തിനും വേറെ രീതിയിലാണ് പറഞ്ഞിരുന്നതാണ് അവിടെ പറയുന്നത്. നോറ സത്യമായിട്ടും ചില കാര്യങ്ങളൊന്നും യോജിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ വിചാരിച്ച. ചുമ ഉണ്ട് കേട്ടോ, ചുമ മാറിയിട്ടില്ല, രണ്ടാളുടെയും മാറിയിട്ടില്ല. സോറി, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോ കാണുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാം. ഇത് എത്ര ദിവസം നിലനിൽക്കും എന്നുള്ളത് അറിയാം അല്ലേ ഇതോ? അതെ. ഓക്കെ, ഒരാളത് കഴിയുമ്പോൾ അടുത്ത റിലേ പോലെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എന്താ സംഭവമൊന്നുമില്ല. പൊതുവേ അവിടെ ഇന്നിപ്പോൾ ഒരു 2-3 അജണ്ട പോലെയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇപ്പോൾ ജാസ്മിൻ കഴിഞ്ഞ വീക്കിൽ തെറ്റും പ്രശ്നങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ നമ്മളെല്ലാം പറയണല്ലോ നമ്മൾ. അപ്പോൾ ശരിക്കും നമ്മളൊരു ജാസ്മിൻ വിരോധികളല്ല, പക്ഷെ കാണുന്ന സമയത്ത് അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നമ്മൾ പറയും. പ്രാവശ്യം നമ്മളെപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആരുടെയും സൈഡ് ചേരാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആൾ അവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അതൊരു വലിയ കാര്യം. പിന്നെ രണ്ടാമത്തെ കേസുള്ളത്, ഒരു അജണ്ട പോലെ സംഗതി വന്നു. ജാസ്മിനെ നന്നാക്കി. ഓൾവേസ് ജാസ്മിന് നല്ലൊരു ഇമേജ്. ജാസ്മിന് ശരിക്കും നന്നാക്കി. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഋഷിയോട് ഇന്ന് പ്രത്യേകം പറഞ്ഞു ഋഷിയുടെ ഭാഷ ശരിയല്ലാന്ന്. പോടി വിളിക്കണു, എടി വിളിക്കണു എന്ന് പറഞ്ഞിട്ട് ഋഷിയുടെ ഭാഷ ശരിയല്ല. ഋഷിനെ അതിന് വേണ്ടിയിട്ട് ചീത്ത പറഞ്ഞു, ഋഷിനെ ഒരുപാട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ പറയുന്ന ജാസ്മിൻ എപ്പോഴാണ് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം ജയിലിന്റെ മുന്നിൽ ഇരുന്നിട്ട് ജിൻഡോയോട് സംസാരിച്ചത് അറിയില്ലേ? അതെ. എടോ പിന്നെ അതുപോലെ ഓടിന്ന് വിളിക്കുന്നതിന് പകരം ജാസ്മിൻ എപ്പോഴും ഒരു റെസ്പെക്ട് ഇല്ലാണ്ടല്ലേ സംസാരിക്കാൻ. ജാസ്മിൻ മാത്രമല്ല, അവിടെ അങ്ങനെ സംസാരിക്കുന്ന വേറെ ആൾക്കാരുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ അങ്ങനെ സംസാരിക്കാറുള്ളത് ഇപ്രാവശ്യം അതെ. ജാസ്മിൻ ഡോറിന്റെ അവിടെ വന്നിട്ട് ഊളകളെ എന്നൊക്കെ വിളിക്കണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രശ്നമില്ലാത്ത പോലെ ആയിരുന്നു. അത് പക്ഷെ അഭിഷേക് സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഊളകളെ വിളിച്ച്. അത് അഭിഷേക് അതിനുള്ളൊരു ഇത് കാണിച്ചു, കുറച്ച് സീരിയസ് ആയി. ഞാൻ ഒളിച്ചിരിക്കില്ല എന്നുള്ള മുഖം മാറി. അപ്പൊ അഭിഷേക് പക്ഷെ അത് സീരിയസ് ആയിട്ട് പറഞ്ഞു, ഉളകളെ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല, അത് എന്റെ മാത്രം ഇഷ്ടമില്ലായ്മയാണ്, ഞാൻ ഇവിടെ പറയും ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ അഭിഷേക്. അതൊരു സത്യമായിരുന്നു, പക്ഷെ അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. ഇന്ന് ഋഷി എടി പൊടി വിളിക്കുന്നതും ഒക്കെ ആയിരുന്നു ഭയങ്കര പ്രശ്നം. അതായത് അപ്സരേനെ അങ്ങനെ പറഞ്ഞതായിരുന്നു വലിയ വിഷയം. അപ്സര ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്സര എന്തോ വലിയ ടാസ്ക് ഒക്കെ ജയിച്ച് നേടി, എനിക്കൊന്ന് കപ്പ് കിട്ടുന്നേക്കാളും സന്തോഷത്തിലാണ് അപ്സര എന്നോട് ഇരുന്നിരുന്നത്. പിന്നെ എന്താന്ന് വെച്ചാല്, കഴിഞ്ഞ സാബുക്ക് പോണതിന് മുമ്പ്, സാബുമോനും ശ്വേതാമേനോനും ഒക്കെ പോണതിന് മുമ്പ് അവര് പറഞ്ഞിരുന്നത് ഈ അർജുനും ജിൻഡോയും ശ്രീത്തും ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് നന്നായിട്ട് ജോലി ചെയ്തതും പെർഫോം ചെയ്തതും. പക്ഷെ ഇന്ന് സംസാരിച്ചപ്പോ അവരൊന്നും അല്ല അവിടെ, പുറത്തു നിന്ന് കളിച്ച മറ്റവരും, അതുപോലെ ജാസ്മിനും സിജോ ഇവരൊക്കെ ആയിരുന്നു. സിജോനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിജോ എന്താ ചെയ്തത് അവിടെ? എന്തെങ്കിലും ചെയ്തോ? അല്ല, സിജോ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സിജോ ഒരു കാര്യം ചെയ്യുന്ന വിട്ടേടന് അങ്ങനെ തോന്നിയോ? അതായത് സിജോ, ഞാൻ ശ്രദ്ധിച്ച കാര്യം കേട്ടോ, സിജോക്ക് ശരിക്കും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ജാസ്മിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ സിജോ ചില കാര്യങ്ങൾ, സിജോന്റെ ഡിസിഷനൊക്കെ കറക്റ്റ് ആണ്. കാരണം സിജോയ്ക്ക് ജാസ്മിന് എന്താ പറയാ, പ്രശ്നം ഉണ്ടായപ്പോ ജാസ്മിന്റെ ഭാഗത്താണ് ശരി തോന്നിയിട്ട് എല്ലാരും മുമ്പിലും, ഇനി നെഗറ്റീവ് വന്നാലും പ്രോബ്ലം ഇല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ എല്ലാരും മുമ്പിലും സിജോ അത് സംസാരിക്കുന്നത്. തെറ്റ് ഏതാ ശരി ഏതാന്ന് അപ്പോഴത്തെ കാര്യം സിജോ നോക്കണുള്ളൂ.
ശരിയും തെറ്റും നോക്കണുള്ളൂ. ഇത് ജാസ്മിൻ ഫാൻസിന്റെ സപ്പോർട്ട് കിട്ടാനാണെന്ന് പറഞ്ഞാലോ അല്ലാന്ന് ഉറപ്പിക്കാൻ പറ്റും? അറിയില്ലല്ലോ നമുക്ക്, പറയാൻ പറ്റില്ല. ജാസ്മിൻ ഫാൻസിന് ജാസ്മിനെ തന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ, വേറെ അല്ല പറയാൻ പറ്റില്ല, കാരണം എതിർപ്പ് എന്താ ബാക്കിൽ എന്നുള്ളത് അറിയില്ല. പിന്നെ എന്ത് ലാലേട്ടന്റെ ഒരു ചോദ്യം ജാസ്മിനോട്, ഹാപ്പി അല്ലേ? ഹാപ്പി ആക്കി, ജാസ്മിനെ ഹാപ്പി ആക്കിയല്ലോ. ഓക്കെ, ഒന്നത്. പിന്നെ നമ്മുടെ മെയിൻ നമ്മളെല്ലാവരും ചോദിക്കാൻ വിചാരിച്ച സംഭവം ജാസ്മിൻ ഇഷ്യൂ, ഒരു കാര്യം ക്ലിയർ ആയി, അടിച്ചതാണ്. ശരിക്കും അടിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ പറയാ, ഈ ശരിക്കും റസ്മിനെ പുറത്താക്കണമായിരുന്നു, പക്ഷെ പുറത്താക്കിയൊന്നുമില്ല. അടുത്ത പ്രാവശ്യം മിക്കവാറും ഔട്ട് ആവുണ്ടാവും വിചാരിക്കണം. ആവണം. അയ്യോ, റസ്മിന് കൊടുത്തതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ റസ്മിന് അത് കിട്ടേണ്ടതായിരുന്നു. നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. പിന്നെ ഒരാളെ ഇങ്ങോട്ട് ഇനി എന്താളായാലും ആരായാലും അങ്ങനെ അടിക്കാനൊന്നും പറ്റില്ല. അതൊന്നും അത്ര ശരിയുള്ള കാര്യമില്ല. അതൊന്നും ആരും അത് പ്രോത്സാഹിപ്പിക്കൂല, ആർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് വിഷയം അപ്പം തന്നെ ഞാൻ പറയട്ടെ, അപ്പം തന്നെ ബിഗ് ബോസ് അത് സോൾവ് ആക്കല്ലായിരുന്നു വേണ്ടത്. റസ്മിനെ അപ്പം തന്നെ പിടിച്ച് പുറത്താക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് യെല്ലോ കാർഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് തന്നെ ഉണ്ടാവുള്ളൂ, അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും കാര്യം. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും അടുത്ത 2 ആഴ്ച റസ്മിൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആൾക്കാരോട് പറയുകയാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വായന്ന് വന്നു അടിച്ചു എന്നുള്ളത് എന്തോ വന്നില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതാ തെളിഞ്ഞു പറഞ്ഞത്. അപ്സര പറഞ്ഞു അടി കിട്ടിയിരുന്നു. ആ അടിച്ച് അപ്സര പറഞ്ഞു, ആദ്യം അടിച്ചു വിചാരിച്ചു, പിന്നെ അവര് പറഞ്ഞു പുഷ് കഴുത്ത് പിടിച്ചു. ബിഗ് ബോസ് കാണിച്ചില്ല. ആ ഹെൽമെറ്റ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ശരിക്കും കൊടുത്തിരിക്കുന്നു. നല്ല രീതിയിൽ ഒന്ന് കിട്ടിയിട്ടുണ്ട്, നല്ലൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് സ്ഥിതി. എന്തായാലും യെല്ലോ കാർഡ് മാത്രമേ അവിടെ കൊടുത്തുള്ളൂ അല്ലേ? പക്ഷെ അത് നല്ലൊരു ചാൻസാണ് കേട്ടോ. റസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അല്ലാത്തവർക്കൊക്കെ നല്ലൊരു ചാൻസാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഫാൻ സപ്പോർട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ വേണം സേവ് ചെയ്യാം. അതല്ല വേണ്ടാന്നുണ്ടെങ്കിൽ എടുത്ത് പുറത്തേക്ക് കളയാനുള്ള ചാൻസ് 2 ആഴ്ച കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെയാണ് സ്ഥിതി. പിന്നെ നന്ദനി ശരണ്യ ഇരുന്നു, അല്ല ശരണ്യ ഔട്ടായി. പക്ഷെ ശ്രീരേഖ പോവില്ലേ? അപ്പൊ അറിയില്ല. ശ്രീരേഖ നാളെ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. 89 സമ്മറിന്റെ ഒരു വീഡിയോ ഉണ്ട്. 89%. എന്താ 89 നടക്കുന്ന മനസ്സിലായില്ല. എത്ര ശതമാന കണക്കിൽ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഓരോരുത്തര് യൂട്യൂബിൽ പറയുന്നുണ്ട് ഇത്ര ശതമാനം പോകും. അതൊന്നും അറിയില്ല. അല്ല, അതിപ്പോ എന്താ പറയുക, ഓൺലൈൻ അവരുടെ പോളിംഗ് അനുസരിച്ചായിരിക്കും, ഈ വോട്ടിംഗ് അനുസരിച്ചാണ്. കുറെയൊക്കെ റിസൾട്ട് അങ്ങനെയാണ് വരുന്നത് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ശരണ്യനെക്കാട്ടിലും പോവാൻ ആഗ്രഹം ശ്രീരേഖയായിരുന്നു. കാരണം ശരണ്യ എന്തെങ്കിലൊക്കെ ചെയ്യണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ, സെൽഫ് റെസ്പെക്ട് ഉള്ളവർക്കുള്ളതല്ല ബിഗ് ബോസ് എന്ന ഷോ അല്ലേ? ഇത് കറക്റ്റ്. അത് ഓരോ എപ്പിസോഡ് കാണുന്ന സമയത്ത്, എസ്പെഷ്യലി വീക്കെൻഡ് എപ്പിസോഡുകൾ കാണുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവുന്നു എങ്ങനെയുള്ളവർക്കാണ് ബിഗ് ബോസ്. ഒന്ന്, അതായത് നമ്മളെ ജയിപ്പിക്കും എന്ന് പറഞ്ഞ് ഒരു ഫേവർ പറ്റുന്നു, അവർക്ക് വേറെ വല്ല രീതിയിലുള്ള നമ്മൾ പറയുന്നില്ല ഫേവർ കൊടുക്കുന്നു. ഇനിയിപ്പോൾ അഖിൽമാരാർ പറഞ്ഞ മാതിരി സാമ്പത്തികമാണോ അതോ ഇനി മോറൽ സൈഡാണോ എന്നുള്ളത് അറിയില്ല. അല്ല, ഞാൻ പറയണത് വെച്ചാൽ അവർ ചെയ്യുന്നു എന്നല്ല പറയണത്. ഒന്നെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ യാതൊരു സെൽഫ് റെസ്പെക്റ്റും ഇല്ലാണ്ട് എല്ലാം പുറത്തൊഴിവാക്കി വന്ന് തോന്നിയ മാതിരി ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക്. മൂന്നാമതൊരു കാറ്റഗറി, ആ കാറ്റഗറിയാണ് ഞാൻ സായിനെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ സായി അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഒരിക്കലും ബിഗ് ബോസിൻ്റെ ഒരു കപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടല്ല. മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ 3 കാറ്റഗറി പറഞ്ഞത്. കപ്പ് ജയിക്കാൻ വേണ്ടി വന്നതല്ല, ഒരു നല്ല അവനവൻ്റെ നല്ല ചിലപ്പോൾ ജെനുവിനാണ് സായി. അങ്ങനെ തന്നെ ജെനുവിനായിട്ട് നല്ലൊരു മനസ്സുള്ള വ്യക്തി തന്നെയായിട്ട് മുന്നോട്ട് പോകുന്നു സായി അല്ലേ? സായിക്കറിയാം, സായിക്ക് അതിന് മുന്നൊരു ജീവിതമുണ്ട്. ഇപ്പോൾ ഉള്ളത് ഒരു ഗെയിം ഷോ ആണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അതല്ല ജീവിതം എന്നറിയാം. ഇത് കഴിഞ്ഞാലും ഇതിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് സായിക്ക് വളരെ പ്രോപ്പറായിട്ട് അറിയാം. കാരണം മെയിൻ ജീവിതം കിടക്കുന്നത് പുറത്താണെന്നറിയാം. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ദിവസം ബിഗ് ബോസിൽ വന്നു എന്നുള്ളൊരു ആ ഒരു ക്രെഡിറ്റ് ആയില്ലേ, ചില്ലറ കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ആൾക്കാർക്കുള്ളതാണ് ബിഗ് ബോസ്. അല്ലാതെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള, ഇപ്പോൾ സിബിൻ നമ്മൾ കേട്ടോടത്തോളം ഓക്കെ, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ഷോ അല്ല ബിഗ് ബോസ് എന്നുള്ളത് നമുക്ക് ഓരോ എപ്പിസോഡ് കഴിയുന്ന സമയത്ത് അല്ലേ, ഓരോ വീക്കെൻഡ് എപ്പിസോഡും ഓരോ സമയത്തുള്ള ചോദ്യങ്ങളും അവർ ഫ്രെയിം ചെയ്ത സംഭവം അവർ എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റഡ് ആൻഡ് എഡിറ്റഡ് അവർ സ്ക്രിപ്റ്റുകൾ വായിക്കുന്ന സമയത്തും ലാലേട്ടൻ്റെ ബോഡി ലാംഗ്വേജും പ്രത്യേകിച്ച് നോറേനെയും ജാസ്മിനെയൊക്കെ ഇങ്ങോട്ട് അവർ നന്നാക്കി കൊണ്ടുവന്നിട്ട് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം കൂടി തീർക്കുന്ന സിറ്റുവേഷനിൽ ട്രൈ ചെയ്ത പോലെ തോന്നി. ശരിക്കും നിങ്ങൾക്ക് തോന്നിയില്ലേ ജാസ്മിനും നോറയ്ക്കും എന്തോ ഒരു ഫേവറിസം ഉള്ള മാതിരി തോന്നാറുണ്ട്? അത് നമുക്ക് മാത്രം തോന്നണമെന്ന് അറിയില്ല. പക്ഷെ ഇവർ രണ്ടുപേരും എപ്പോഴും സേഫ് ആക്കാനുള്ള ഒരു ഇത് അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇത് ഇവരെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രോബ്ലം തോന്നില്ല കേട്ടോ. നമ്മൾ ഈ ന്യൂട്രലായിട്ട് നിൽക്കുന്നവർ
മറ്റുള്ളവർക്ക് എപ്പോഴും നമ്മളിപ്പോ അങ്ങനെ ഒരാളെ കുറ്റം പറയല്ല. ഇപ്പൊ നോറയുടെ ഭാഗത്ത് ശരിയുള്ളപ്പോ നോറയുടെ ശരി പറയാറുണ്ട്. ഇപ്പൊ ജാസ്മിന് കഴിഞ്ഞ ആഴ്ച ഒരു കുഴപ്പമില്ലാണ്ട് വെറുതെ ജയിലിലേക്ക് വിട്ടേനും അതുപോലെ അടി കിട്ടിയിട്ട് ജാസ്മിൻ ആ നിന്ന സീൻ കണ്ടപ്പോ സത്യത്തിൽ എനിക്കും സങ്കടം തോന്നിപ്പോയി. അയ്യോ, അതിന് ചീത്തയും കേട്ടിട്ടുണ്ട്. എന്തിനാണ് സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ. സപ്പോർട്ട് ചെയ്തതല്ല, നമ്മളുള്ള കാര്യം അപ്പത്തെ കാര്യമല്ലേ ബിഗ് ബോസിൽ പറയാം. അല്ലാണ്ട് കഴിഞ്ഞു അന്ന് അവൾ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇന്ന് ചെയ്തത് തെറ്റാന്ന് പറയാൻ റിവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കറക്റ്റ് പറയണ്ടേ എന്താ അന്ന് ഉണ്ടായത്. അപ്പം പക്ഷെ ഇവർക്കൊരു സപ്പോർട്ട് എനിക്ക് അവിടുന്ന് കിട്ടണമാതിരി തോന്നുന്നുണ്ട്. ബിഗ് ബോസിൽ ഇവർ രണ്ടുപേർക്കും എന്തോ ഒരു ഫേവറേറ്റ്സ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓരോ എപ്പിസോഡിലും. അതെ, സോറി. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, ഇത് അത്ര തന്നെ ഉള്ളൂ അല്ലേ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ നാളെ ആരാണ് എവിക്റ്റ് ആവണമെന്നുള്ളത് അറിയില്ല നമുക്ക്. പിന്നെ ശ്രീരേഖ ഔട്ടാകും, ഒരുപാട് പേരുണ്ട് അവിടുത്തെ ഉള്ളിൽ നിന്ന് പോകാനുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം കൂടി ഉള്ളത് എങ്ങനെ മുറുകും. സാധാരണഗതിയിൽ എൻ്റെ ക്യാമ്പയ്ക്ക് ഭയങ്കര രക്ഷപ്പെട്ടു. എൻ്റെ ക്യാമ്പയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിക്കേണ്ടത് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആവുമെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അറിയില്ല. പിന്നെ അവര് ശ്വേതാ മേനോനും മോഹൻലാലും സാബുമോനൊക്കെ പറഞ്ഞ കാര്യം ഒരു കാര്യം സത്യം, ഇപ്രാവശ്യം അവിടെ ഉള്ളവർക്ക് പരസ്പരം ഒരു സ്നേഹമില്ല. അവരോട് നമുക്കില്ല സത്യ. കാരണം എല്ലാ പ്രാവശ്യം ഇമോഷണലി എല്ലാവരും ചിലവരൊക്കെ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് വരും, നമ്മളൊരു അറ്റാച്ച്ഡ് ആയിരിക്കും. അതിലിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപ്പോൾ അഖിലാണ് വിചാരിക്കുക, അഖിലിന്റെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു ഷിജു. അപ്പൊ നമുക്ക് ഇവര് തെറ്റുമെന്ന് നമുക്ക് ജനങ്ങൾക്ക് പേടിയാ. ഇവരിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് തെറ്റാൻ പറ്റില്ല എന്നൊരു തോന്നല. സാഗറും ജുനൈസും തമ്മിൽ അടിയായ ഇവരെന്തിനാ തെറ്റ്, ആ ഒരു സ്നേഹം അവർക്ക് ഉണ്ട്, അത് നമുക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരുടെയും തോന്നില്ല. ഇപ്പൊ ഈ ശ്രീതു അർജുനും നടക്കേണ്ടത് ഒന്നുമില്ല. ശ്രീധുവിന് ഒരു ആത്മാർത്ഥത ഒന്നുമില്ല. ഒന്നാമത് പറയണ മനസ്സിലാവും കൂടിയില്ലേ ചില സമയത്തേക്ക്. അപ്പോ പറഞ്ഞില്ലല്ലോ, ഇത് ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചുമ ക്ഷമിക്കുക. ഇവിടെ എന്തോ കുറച്ച് നേരം ആരെ പാട്ടാത്, ഇത് ഏതോ ഒരു പാട്ട് ഡാൻസ് കുറച്ച് നേരം പ്ലേ ചെയ്യുന്നുണ്ട്. പോട്ടെ. പിന്നെ ചുമയുടെ കാര്യത്തിൽ ക്ഷമിക്കട്ടോ, തീരെ ശരിയായിട്ടില്ല. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് അല്ലാത്ത അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ. ഇതോ ഞങ്ങൾ വലിയ ഞാൻ ആകെ വലിയ അല്ലേ. നിങ്ങളെ കമന്റ് ചെയ്യും അപ്പിയറൻസ് ലുക്കൊക്കെ മാറിയെന്നുള്ളത്. നിലനിർത്തി കൊണ്ടുപോകും. അപ്പൊ പട്ടിണി കിടന്ന് വലിയാണ്, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയി പോയത് അങ്ങനെ ആകെ. പിന്നെ ചുമച്ചിട്ട് ബൈ പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.